നമസ്കാരം. ഇന്നത്തെ ഞായറാഴ്ച ആലസ്യത്തിൻ്റെതായിരുന്നില്ല, ആഘോഷത്തിൻ്റെതായിരുന്നു. കൗമാരം ചിലങ്ക കെട്ടിയ പകൽ കനത്ത ചൂടായിരുന്നു. വൈകിട്ടോടെ മഴയെത്തിയെങ്കിലും കലയുടെ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാക്കാനായില്ല. നൃത്തവേദികളെല്ലാം നിറഞ്ഞ പ്രേക്ഷകരായിരുന്നു. കേരളത്തിന്റെ കണ്ണും കാതും കൊല്ലത്തേക്കാണ്. പോകാം കാഴ്ചകളിലേക്ക്. ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നിനി നേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി പുലരിതൻ ചുംബനക്കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി. അപ്പോൾ നമ്മുടെ കലോത്സവം, സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ ആവേശം തുളുമ്പുന്ന മത്സരങ്ങളാണ് എല്ലാ വേദികളിലും നടക്കുന്നത്. വളരെ മനോഹരമായ മത്സരങ്ങൾ. എല്ലാ മത്സരാർത്ഥികളും തകർത്ത് പെർഫോം ചെയ്യുകയാണ്. അതായത് ഒന്നിനൊന്നിന് മെച്ചമായ പ്രകടനങ്ങളാണ് എല്ലാ വേദികളിലും നടക്കുന്നത്. അപ്പോൾ നമുക്ക് മഴയൊക്കെ വന്നെങ്കിലും ഈ വേദിയിൽ നടക്കുന്ന മത്സരങ്ങൾക്കോ ഇവിടെ വരുന്ന കാണികൾക്കോ ഒന്നും ഒരു കുറവുമില്ല. എല്ലാവരും വളരെ ഗംഭീരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ വേദിക്കരികിൽ ഒരുപാട് തരം കച്ചവടങ്ങൾ, അതായത് നമ്മുടെ ഉത്സവപ്പറമ്പിലെ പോലുള്ള കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് ഈ ചേട്ടൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കാണ്, അത്യാവശ്യം എല്ലാവരും വാങ്ങുന്നുണ്ട്. അങ്ങനെ ഇതുപോലെയുള്ള ബിസിനസ്സുകാർക്കും എല്ലാം വലിയ ആവേശമാണ് കലോത്സവം. കാരണം ഈ കലോത്സവം കഴിയുമ്പോൾ, നാളെ ഈ കലോത്സവം അവസാനിക്കുമ്പോൾ ഇവരുടെ പോക്കറ്റും നിറയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള മേളകൾ അല്ലെ ഇങ്ങനെയുള്ള കലോത്സവങ്ങളൊക്കെ ഈ കൊല്ലത്തേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകളാണ് ഇതുകൊണ്ട് ജീവിക്കുന്നത്. നമ്മുടെ പല രീതിയിലുള്ള ബിസിനസ്സുകൾ, പല പാട്ടുകാർ, ചേട്ടൻ ഇപ്പോൾ ഇവിടെ കപ്പലണ്ടി വിൽക്കുന്നുണ്ട്. അപ്പം ഇതിന് തൊട്ടടുത്ത് തന്നെ അടുത്ത തരത്തിലുള്ള കടല വിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരു പണവും കൂടിയാണ്. കാരണം ആ ബിസിനസ്സുകൾ, അത്തരം ബിസിനസ് ചെയ്യുന്ന ആർക്കൊക്കെ ആവേശമാണ്. ബലൂൺ കച്ചവടക്കാരുണ്ട്, ഐസ്ക്രീം കച്ചവടക്കാരുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ ഇങ്ങനെയുള്ള മേളകളൊക്കെ വരുമ്പോൾ അവരുടെ അന്നം കണ്ടെത്തുന്നത്. ഏതായാലും വളരെ സന്തോഷത്തിലാണ് ഇവരൊക്കെ. കലോത്സവം കൊല്ലത്തേക്ക് വന്നപ്പോൾ ഗംഭീര സ്വീകരണമാണ് കൊല്ലം നൽകിയത്. കൊല്ലത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ മാധ്യമങ്ങളും അരിച്ചു പറക്കുകയാണ്. എന്ത് പ്രത്യേകതകളാണ് കൊല്ലത്തുള്ളത്, ആ പ്രത്യേകതകളെല്ലാം ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്, ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. കൊല്ലം കണ്ട ഏറ്റവും വലിയ മേളയായി കലാമേള നാളെ അവസാനിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു വിഷമത്തോടു കൂടി നമ്മൾ പറയുകയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, ഇനി വരുന്ന ദിവസങ്ങളിലും നമ്മുടെ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ കൈപുണ്യത്തിൽ നമ്മൾ ആഹാരം കഴിച്ചു. അതൊക്കെ വലിയ ഒരു അനുഭവമായി മാറുന്നു. ഇനി വർഷങ്ങൾ കഴിയുമായിരിക്കും ഒരുപക്ഷെ കൊല്ലത്തേക്ക് കലോത്സവം വരുമ്പോൾ ആ കലാമേളയെ നെഞ്ചേറ്റിയ, ഈ കലാമേളയ്ക്ക് ഏറ്റവും കൂടുതൽ വരവേൽപ്പ് നൽകിയ, ഏറ്റവും ആസ്വദിച്ച ഒരു ജനത കൊല്ലം ജനത തന്നെയാണ്. ആ കൊല്ലം ജനത അതുപോലെ 14 ജില്ലകൾ ഈ മത്സരങ്ങളിൽ മാറ്റുരച്ചു. 14 ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ ആവേശകരമായി മത്സരങ്ങളിൽ പങ്കെടുത്തു. എല്ലാം കൊണ്ടും വലിയൊരു മേള കൊല്ലത്തിന്റെ ഈ മഹാമേളയായി അവസാനിക്കുന്നു. പരിസമാപ്തിയാണ്. ഏതായാലും നമ്മുടെ മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തുന്നതോടുകൂടി ഇവിടെ ഇതിലും വലിയ ജനസാഗരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കൊല്ല ഒരു രക്ഷയില്ല. കലാകാരന്മാരെ കൊണ്ട് ഈ ആശ്രാമം മൈതാനം നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവുകയാണ്. അതാണ് അവിചാരിതമായിട്ട് നമ്മുടെ പാട്ടുകാരെയും കണ്ടു. അപ്പോൾ ഇവര് അറിയാം, നമുക്ക് ഓർമ്മയുണ്ടല്ലോ ടൂർ പോയപ്പോൾ പാടിയതല്ലേ. അപ്പോൾ നമ്മളോട് അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടുന്ന ആൾക്കാരൊക്കെ ഒരുപാട് കലാകാരന്മാരുണ്ട്. ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കാത്ത ആൾക്കാരുമുണ്ട്, പങ്കെടുക്കുന്നവരുണ്ട്. എന്നാലും നമ്മുടെ നാട്ടുകാരെ കാണുമ്പോൾ ഒരു പാട്ട് പാടിപ്പിക്കാതെ വിടുന്നത് ശരിയല്ലല്ലോ. ഒരു പാട്ട് പാടാം അല്ലേ? എങ്ങനെയുണ്ട് കലോത്സവം കണ്ടിട്ട്? എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാ വരുന്നത്. അപ്പൊ നമ്മള് പാട്ടൊക്കെ പാടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കലോത്സവത്തിനൊന്നും പങ്കെടുത്തിട്ടില്ല? ഇല്ലില്ല. അപ്പൊ ഒരു തകർന്ന പാട്ടൊക്കെ പാടാം അല്ലേ? അപ്പൊ ഒരു പാട്ടൊക്കെ പാടാം, പാടിക്കൂ. ആടും ജലറാണികളെന്നും ചൂടും തനിമുത്തും മാറി ക്ഷീണിച്ചെന്നാദനടങ്ങ
മുന്തിരി നീരും ദേഹത്തിൽ ചൂടും നൽകും. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എൻ്റെ ജീവന്റെ ജീവനിരിപ്പോ. സംസ്ഥാന കലോത്സവ വേദിയിലെ ഏറെ വ്യത്യസ്തനായ ഒരു ആസ്വാദകനാണ് സുഗുണൻ മാഷ്. സുഗുണൻ മാഷ് എന്നോടൊപ്പം നിൽക്കുകയാണ്. സുഗുണൻ മാഷിനെ ഒന്ന് ഞെട്ടിച്ചാണ് ഞാൻ, കാരണം ഒരു സർപ്രൈസ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ സാറിന്റെ ഒരു ആസ്വാദനം വളരെ വിലപ്പെട്ടതാണ് ഈ ഒരു ഇതുപോലെയുള്ള മേളകളിലൊക്കെ. അപ്പോൾ സാറൊരു മിമിക്രി കലാകാരൻ കൂടിയാണ്. നമുക്ക് ഒരു ചെറിയൊരു സംഭവം കാണിക്കാം. തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ പ്രിയപ്പെട്ട PK നായനാർ സഖാവ്. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഒരു കലാവേദിയിൽ എത്തിയാൽ എങ്ങനെ ആയിരിക്കും നമ്മോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഞാൻ ശ്രമിക്കുകയാണ്. കേട്ടോ, അപ്രതീക്ഷിതമാണ്. ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ട്രൈ ചെയ്യുകയാണേ. സഹാക്കളെ, ഓർമ്മയുണ്ടോ ഈ ശബ്ദം? അപ്പോൾ നമ്മുടെ കൊല്ലം എന്ന ഈ ഏറ്റവും മനോഹരമായ ഈ പ്രദേശത്ത്, നമ്മുടെ ആശ്രാമം മൈതാനത്ത് ഇത്തരത്തിലൊരു കലാമാമാങ്കം അരങ്ങേറുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനും ഇത്രയും ജനങ്ങളെ നമുക്ക് ഒരുമിച്ച് കാണുവാനും സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. അപ്പം സുഗുണൻ മാഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുന്നു, അതോടൊപ്പം സാറ് കലാകാരനാണ്. വാദ്യോപകരണങ്ങളുടെ ശബ്ദമൊക്കെ വളരെ മനോഹരമായിട്ട് ആ ശബ്ദമൊക്കെ അനുകരിക്കും. അതുപോലെ പാട്ട് പാടുന്ന സമയത്ത്, ഒരു നാടകഗാനം പാടിയ സമയത്ത് സാർ അതിന് മ്യൂസിക് കൊടുത്തതൊക്കെ വളരെ ഗംഭീരമായ ഒരു അനുഭവമായിരുന്നു. ഏതായാലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സാറിന്റെ ഒരു പ്രസൻസ്, ഏതായാലും ഇത്രയും ജനക്കൂട്ടത്തിനിടയിൽ സാറ് വ്യത്യസ്തനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ സാറിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ ഉൾക്കണ്ണുകൊണ്ട് കലയെ ആസ്വദിച്ചുകൊണ്ട് ഇത്രയും കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനവും ധൈര്യവും ചൊരിയുന്ന രീതിയിൽ സാറിന്റെ ഒരു സാമീപ്യം ഈ കലാമേളയുടെ ഒരു വലിയ വിജയം തന്നെയാണ്. കരുനാപ്പള്ളിയിൽ വീട്. ഞാൻ പഠിപ്പിക്കുന്നതാണ് ചവറ ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആണ് പഠിപ്പിക്കുന്നത്. അവിടെ ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. അപ്പോൾ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ONV സാറ്. അദ്ദേഹത്തിന്റെ ആ ഒരു സ്മൃതിയുടെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ, ONV സ്മൃതി ആണ് ഒന്നാം വേദി. ആ ഒന്നാം വേദിക്കരികിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിലൊരു സന്തോഷവും അഭിമാനവും ഒക്കെ എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. എന്തായാലും നല്ല ഒരു അനുഭവമാണ് ഈ 2-3 ദിവസങ്ങളായി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ സന്തോഷം. നമ്മളിങ്ങനെ കലാവേദികളിങ്ങനെ മേള നടക്കുന്ന വേദിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം എല്ലാ കലാകാരന്മാരെയും അതുപോലെ നമ്മുടെ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത ആൾക്കാരെ ഒക്കെ വീണ്ടും വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഏതായാലും ഏറെ സന്തോഷം സാറിനെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ. സാറിന്റെ ഈ കലാമേളയോടുള്ള ഈ സമീപനത്തിന് ഏറെ ആശംസ. അക്ഷരാർത്ഥത്തിൽ തന്നെ കലയുടെ ഇല്ലമായി കഴിഞ്ഞ 5 ദിവസക്കാലമായി കൊല്ലം മാറിയിരിക്കുകയാണ്. കൊല്ലം, കേരളം മുഴുവൻ കൊല്ലം നഗരത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന എല്ലാ വേദികളും അക്ഷരാർത്ഥത്തിൽ തന്നെ കലാ ആസ്വാദകരുടെ ഒരു കേന്ദ്രങ്ങളായി, അവരുടെ ഒരു കഴിഞ്ഞ എത്രയോ ദിവസക്കാലമായി. ഒരുപക്ഷെ ഇത്രയും പ്രതിഭകൾ ഒന്നിച്ച് ഒരേ ഇടത്തിൽ കൂടുന്ന ഇതുപോലുള്ളൊരു കലാമാമാങ്കം വേറെ ഒരു സാഹചര്യത്തിലും ഉണ്ടാവാറില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വർഷങ്ങൾക്ക് മുമ്പ് വെറും 400 മത്സരാർത്ഥികളുമായിട്ട് തുടങ്ങിയ കലോത്സവം ഇന്ന് ആയിരക്കണക്കിന് പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഈ സംസ്ഥാനത്തെ മാത്രമല്ല രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കലയുടെ ഉത്സവമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ ഇന്നിപ്പോൾ നിന്ന് സംസാരിക്കുന്നത് ക്രേവൻ ഹൈസ്കൂളിൽ രുചിയിടം എന്ന് പേരിട്ടിരിക്കുന്ന ഈ മത്സരാർത്ഥികളും അധ്യാപകരും ഒഫീഷ്യൽസും രക്ഷകർത്താക്കളും അടക്കം മുഴുവൻ ആളുകളും ഭക്ഷണം കഴിക്കാനെത്തുന്ന ക്രേവൻ ഹൈസ്കൂളിൽ രുചിയിടം എന്ന് പേരിട്ടിരിക്കുന്ന ഇടത്താണ് നിൽക്കുന്നത്. ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും കഴിഞ്ഞ 3-4 ദിവസക്കാലമായി ഒരു പരാതിക്കും ഇട നൽകാത്ത രീതിയിൽ മികച്ച സംഘാടനത്തോടു കൂടി തന്നെയാണ് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഭക്ഷണം ഒരുക്കുന്നതും അത് വിളമ്പുന്നതും
ഒഫീഷ്യൽസിന് പാഴ്സലായിട്ട് ഇവിടുന്ന് ആയിരക്കണക്കിന് ഭക്ഷണ പൊതികളാണ് 3 നേരവും ഇവിടുന്ന് പോകുന്നത് അടക്കം. യാതൊരുവിധ കുറ്റങ്ങളോ കുറവുകളോ ആർക്കും പറയാനില്ലാത്ത രീതിയിലുള്ള കൃത്യമായിട്ടുള്ള സംഘാടനം തന്നെയാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. നമ്മൾ 10 വർഷമായിട്ട് തഴവ എന്ന സ്കൂളിനെ നമ്മൾ പരിശീലിപ്പിച്ച് മിക്കുള്ള വർഷവും നമ്മൾ സ്റ്റേറ്റിൽ എത്തിച്ചിട്ടുണ്ട്. ഇത്തവണ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സബ് ജില്ലയിൽ നിന്നും ജില്ലയിൽ നിന്നും അപ്പീലിലൂടെയാണ് സ്റ്റേറ്റിലെത്തി നല്ലൊരു കളിക്കാൻ സാധിച്ചത്. അതായത് സബ് ജില്ലയിൽ നിന്ന് DD അപ്പീലും ജില്ലയിൽ നിന്ന് നമ്മൾ ഹൈക്കോർട്ട് പോയി ഹൈക്കോർട്ട് ഓർഡറായിട്ടാണ് നമ്മളിവിടെ വന്ന് അതിമനോഹരമായൊരു കളി നമ്മൾ കളിക്കാൻ സാധിച്ചത്. ഹൈസ്കൂൾ വിഭാഗത്തിലും നമ്മുടെ തഴവ ഹൈസ്കൂൾ വിഭാഗത്തിലും തഴവ ഹൈസ്കൂളും നന്നായി കളിക്കുകയും A ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. ഇത് 4-5 മാസം പരിശീലനമാണ്. മറ്റുള്ള കലകളിലേക്കായി പ്രാക്ടീസ് എക്സ്ട്രാ എടുക്കണം. എന്നാലേ ഒരടി സ്ലിപ്പായി കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖത്തോ ശരീരത്തോ എവിടെയെങ്കിലും കൊണ്ട് പൊട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത്രത്തോളം പരിശീലനം എടുത്തിട്ടാണ് കോൽക്കളി എന്നൊരു കലാരൂപം വേദിയിലേക്ക് എത്തുന്നത്.